ഗുഡ് മോർണിംഗ് സിഡാ. അപ്പോ ഇന്നലെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇന്ന് ടെസ്റ്റ് പേപ്പർ എന്നല്ലേ പറഞ്ഞിരുന്നേ. അപ്പോ ടെസ്റ്റ് പേപ്പർ ഇന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ചോദിക്കാം, നിങ്ങൾ പഠിച്ചോന്ന് അറിയണമല്ലോ കേട്ടോ. നാളെ ടെസ്റ്റ് പേപ്പർ ഇടാം. തേയിലപ്പൊടിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? തേയിലപ്പൊടിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അറിയണോ? എണീക്കണോ? ഏതാസിഡാ? ടാനിക് ആസിഡ്. എന്താ? ടാനിക് ആസിഡ്. എന്താസിഡാണ്? ടാനിക് ആസിഡ്. ഇവിടെ പോയി. മൂത്രത്തിലെ ആസിഡ് ഏതാണ്? മൂത്രത്തിലെ ആസിഡ് ഏതാണ്? എണീക്കണോ? പഠിപ്പിച്ചില്ല. മൂത്രത്തിലെ ആസിഡോ? യൂറിക് ആസിഡ്. എന്താണ് മൂത്രത്തിലെ ആസിഡ് ഏതാണ്? യൂറിക് ആസിഡ്. മനുഷ്യ ശരീരത്തിൽ കൂടുതലുള്ള ലോഹം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ കൂടുതലുള്ള ലോഹം ഏതാണ്? അലൂമിനിയം. എണീക്കണോ? കാൽസ്യം. ഏതാണ്? കാൽസ്യം. ഇവിടെ നിന്നാ മതി, എണീക്കണ്ട, ഒന്നും അറിഞ്ഞൂടല്ലോ. രക്തത്തിലെ ഹീമോഗ്ലോബിനെ ബാധിക്കുന്ന ഒരു വിഷവാതകം ഏതാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിനെ ബാധിക്കുന്ന ഒരു വിഷവാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ്. എന്താ? കാർബൺ ഡയോക്സൈഡ്. കാർബൺ മോണോക്സൈഡ്. വീണ്ടും അത് തന്നെ പറയുന്നു. വീണ്ടും അത് തന്നെ പറയുന്നോടോ. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽനിറമാക്കുന്ന വാതകം ഏതാണ്? ചുണ്ണാമ്പ് വെള്ളത്തെ പാൽനിറമാക്കുന്ന കാൽഷ്യം ഓക്സൈഡ്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽനിറമാക്കുന്ന വാതകം ഓക്സൈഡ്. ഓക്സൈഡ്. ഓക്സിജൻ. കാർബൺ ഡയോക്സൈഡ്. എന്തൊരു കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ്. പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷവാതകം ഏത്? പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷവാതകം ഏത്? കാർബൺ ഡയോക്സൈഡ്. ടയോക്സിനുകൾ. വിഷവാതകം ഏതാണ്? ടയോക്സിനുകൾ. എന്താണ്? ടയോക്സിനുകൾ. ഇല്ലേ? ടയോക്സിനുകൾ. എന്താണ്? ആരാ പറഞ്ഞു? നീ ക്ലാസ്സിൽ ഒന്നും കാണൂല, ഞാൻ ഇതെല്ലാം പഠിപ്പിച്ചതാ. പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ്? പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ്? മൈറ്റോകോൺട്രിയ. ഏതാണ്? എന്താണ്? ഞാൻ എന്താണോ പഠിച്ചത്? പിന്നെ തിരിഞ്ഞിക്കണോ? എന്താണോ പഠിച്ചോണ്ട് വന്ന്? എന്തെങ്കിലും പഠിച്ചോ? ആരെക്കാണോ കെട്ടി വരുന്നത്? രാവിലെ ആകുമ്പം ഒരു ബാഗ് എടുത്ത് കെട്ടി ഒരുങ്ങി വന്നോളൂ. പഠിക്കാനെങ്കിൽ അല്ലെങ്കിൽ എന്തിനാ വരുന്നേ? മനുഷ്യരെ മെനക്കെടുത്ത്. ഏറ്റവും ചെറിയ പക്ഷി ഏത്? ഏറ്റവും ചെറിയ പക്ഷി ഏത്? ഏറ്റവും ചെറിയ പക്ഷി ഏത്? ഹമ്മിങ് ബേർഡ്. എന്തൊരു കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? Humming bird.
പക്ഷി ഏതാ? കറക്റ്റ് ആൻസർ. ഏറ്റവും വലിയ സസ്തനി ഏതാണ്? ഏറ്റവും വലിയ സസ്തനി, ഏറ്റവും വലിയ സസ്തനി ഏതാണ്? നീലത്തിമിംഗലം. എന്താ? ഈ രണ്ടടി കൊള്ളാൻ ഒരു മര്യാദ. ഇതൊന്നും ചെയ്യാനുള്ള കാര്യമൊന്നും കേട്ടോ. ഞാൻ പഠിച്ചു പോയെന്ന് വിചാരിച്ചോ? ഇന്ന് ക്ലാസ്സിൽ വരില്ലെന്ന് വിചാരിച്ചോ? ചോദിക്കണോ? പിന്നെ എന്തൊരു തേങ്ങാപ്പൊരൊക്കെ ആയതുകൊണ്ട് തൂക്കിയത് ഇവിടെ? ചോക്ക് ഞാൻ അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടിക്ക് കൊടുക്കും. ഇവിടെ ഇരിക്കുന്ന സോദന നമുക്ക് കിട്ടിയോ? അവരെ കൊണ്ട് കുടിക്കോ? കൊടുക്കോ? അവിടെ ഇരിക്കും. കുറച്ച് പഠിപ്പിക്കാം. ഈ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുമല്ലോ, പറയണം. എയ്ഡ്സ് രോഗത്തിന് കാരണമായ വൈറസ് ഏത്? HIV. ശ്വാസകോശ രോഗമായ ന്യൂമോണിയയ്ക്ക് കാരണക്കാരായ ബാക്ടീരിയ ഏത്? ന്യൂമോകോക്കസ്. ശ്വാസനാളി രോഗമായ തൊണ്ടകാറലിന് കാരണക്കാരമായ ബാക്ടീരിയ ഏത്? സ്ട്രെപ്റ്റോകോക്കസ്. ചെറുകുടലിനെയും പിത്തസഞ്ചിയെയും ബാധിക്കുന്ന ടൈഫോയിഡ് കാരണമായ ബാക്ടീരിയ ഏത്? സാൽമണല്ല ടൈഫി. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി എൻസൈം ഏത്? ടയറിൻ. സവൈവറി അമിലസ്. ആമാശയത്തിൽ ഉള്ള ആസിഡ് ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏത്? ലൈസോസോം. മനുഷ്യ ശരീരത്തിലെ ഊഷ്മാവ് എത്രയാണ്? 36.9. മനുഷ്യരിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര? 46. ഇതിപ്പോ ഞാൻ ചോദിക്കും, ഇതിന്റെ ആൻസർ പറയാം. ഓക്കെ. ചെറുകുടലിനെയും പിത്തസഞ്ചിയെയും ബാധിക്കുന്ന ടൈഫോയിഡിന് കാരണമായ ബാക്ടീരിയ ഏത്? എണീക്കണോ? എന്താ പറ? സാൽമണല്ല. സാൽമണല്ല. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏത്? സലൈവറി അമിലേസ് അഥവാ ടയലിൻ. ആമാശയത്തിലുള്ള ആസിഡ് ഏത്? കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏത്? കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏത്? ലൈസോസോം. എന്താണ്? ലൈസോസോം. ഇപ്പൊ പറഞ്ഞതിന്റെ ഉള്ളു, അതിനെല്ലാം അറിയുന്നത്. കൈ മാറ്റി മാറ്റുന്നു. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ലൈസോസോം. മനുഷ്യ ശരീരത്തിലെ ഊഷ്മാവും അതിന്റെ അളവ് പറയാലോ. 36.10. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 46. 10ന്റെ കുറവൊന്നും പോട്ടെണ്ണ. മനുഷ്യ ശരീരത്തിലൊക്കെ 36 ക്രോമസോം മതിയോ? ബാക്കി 10 എവിടെ പോയി? 10 ഇല്ലെങ്കിൽ താൻ ജീവിക്കൂലോ. മനസ്സിലായോ? 10ന്റെ നേരെക്കണം. നേരെക്കണം. നല്ല പ്രശ്നം. ഹോർമോണിന്റെ അമിത ഉൽപാദനം കാരണം ഉണ്ടാകുന്ന രോഗം ഭീമാകാരത്വം. എന്താണ്? ഭീമാകാരത്വം. ഇൻസുലിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം പ്രമേഹം. ഡയബറ്റീസ്. പ്രമേഹം പറോട്ടി.
അത് മലയാളം പറയില്ലേ? മെനിഞ്ചൈറ്റിസ് എന്ന രോഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്നു? തനിക്കില്ലാത്തൊരു സാധനമാണത്. ബുദ്ധി. തലച്ചോറ്. മെനിഞ്ചൈറ്റിസ് എന്ന രോഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്നു? തലച്ചോറിനെ ബാധിക്കുന്നു. അരി, ഗോതമ്പ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഏത്തയ്ക്ക, പഞ്ചസാര, കരിപ്പെട്ടി ഇവയൊക്കെ ഏത് വിഭാഗത്തിൽ പെടുന്ന സാധനങ്ങളാണ്? ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്? പൾസസ്, ധാന്യങ്ങൾ. പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, പാൽ, മാംസം, മത്സ്യം, മുട്ട ഇവയൊക്കെ നോൺ വെജ്, മാംസാഹാരം. നിലക്കടല, എള്ള്, വെണ്ണ, നെയ്യ്, നാളികേരം, സസ്യങ്ങൾ എന്നിവ. പരിപ്പ്, പയറ് അതൊക്കെ മാംസ്യം. നിലക്കടല, എള്ള്, വെണ്ണ, പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല എല്ലാം മാംസ്യമാണ്. മാംസം, മത്സ്യം, മുട്ട ഇതെല്ലാം ഉണ്ട് അതില്. ഇതെല്ലാം മാംസ്യങ്ങളാണ് കേട്ടോ. നിലക്കടല, എണ്ണ, വെണ്ണ, നെയ്യ്, നാളികേരം, സസ്യ എണ്ണകൾ ഇവയൊക്കെ ഏതാണ്? എണ്ണകൾ, കൊഴുപ്പുകളാണ്. ഇലക്കറികൾ, കുവരവ്, പാൽ, മുട്ട, മത്സ്യം മുതലായവ ധാതു പദാർത്ഥങ്ങളാണ്. നെല്ലിക്ക, പപ്പായ, മാങ്ങ, ഓറഞ്ച്, തക്കാളി, മത്സ്യം മുതലായവ ജീവകങ്ങളാണ്, വൈറ്റമിൻസുകൾ. ഓക്കെ. ടീച്ചർ, അതായത് ഇതൊക്കെ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവും. അടുത്ത നമ്മൾ പഠിക്കുന്നത് ചില രാജ്യങ്ങളും അവയുടെ ദേശീയ കായിക വിനോദങ്ങളുമാണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഇന്ത്യയുടെ ടീച്ചർ ഇന്ത്യയുടെ ക്രിക്കറ്റ് അല്ലേ? എണീക്കടോ. ഇന്ത്യയുടെ സ്വന്തം രാജ്യത്തിന്റെ കായിക വിനോദം അറിയാത്ത താനൊരു മനുഷ്യനാണല്ലോ. ഫുട്ബോൾ ആണോ ടീച്ചർ? അല്ല, ഹോക്കിയാണ്. എന്താണ്? ഇനി മറക്കോ? ഇനിയുള്ള